Media is the voice of voiceless. If the voice goes wrong, I'll cut their voice. ഈ ക്യാമറ പിടിക്കുക. Someone is there, Baba. അയ്യോ, ലൈറ്റ് ഓഫായി. നിക്ക് മിണ്ടല്ലേ. ലൈറ്റ് ഓൺ ആയി. വാ. മുന്നോട്ട് വാ. മെല്ലെ തുറക്ക്.
ഫോട്ടേജ് കിട്ടിയില്ല. വിനയ്, ഫുൾ ഫോട്ടേജ് കിട്ടിയില്ലടാ. ഫൈനലി സ്റ്റിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞു. കൊള്ളായിരുന്നു അല്ലേ? നന്നായിരുന്നു. എന്നത്താ ഹൈഫൈ. പക്ഷെ മുഴുവൻ ഫോട്ടോയും കിട്ടിയില്ലല്ലോ. ഇത് മതി. പല്ലുകൾ സ്ട്രോങ് ആയിട്ടിരുന്ന ഞാനും സ്ട്രോങ് ആയിരിക്കും. കോൾഗേറ്റ് സ്ട്രോങ് ടീത്ത്. കൊച്ചിയിൽ ഒരു സ്വകാര്യ ആശുപത്രി ഡോക്ടർ പിടിയിലായിട്ടുണ്ട്. തന്റെ ഹോസ്പിറ്റലിൽ എത്തുന്ന പെൺകുട്ടികളെല്ലാം മയക്കുമരുന്ന് നൽകി അദ്ദേഹം പീഡിപ്പിച്ചതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്ത് ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. ഇതുപോലൊരു ഗ്രാമപ്രാന്തനെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് ഐ ന്യൂസ്. കൊച്ചിയിലെ ക്ലിനിക്കിൽ നിന്നും ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറെ അടുത്ത് ചികിത്സ തേടിയ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ആശങ്കാകുലരായിട്ടാണ് ഉള്ളത്. അവരുടെ വീട്ടുകാരും വളരെ ടെൻഷനിലാണ്. ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഐ ന്യൂസിലെ സമർത്ഥരായ റിപ്പോർട്ടറാണ്. ഇത് ഐ ന്യൂസിന്റെ ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റോറി. ഇതിന് വലിയൊരു വാർത്താ പ്രാധാന്യവും കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഐ ന്യൂസ് തുടർന്ന് കാണുക. ഡോക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെയുള്ള ആളുകളെല്ലാം തൂക്കിക്കൊല്ലണം. ഞങ്ങളുടെ ഡോക്ടർ ഒരു കാമഭ്രാന്തനും ഇതുപോലൊരു വൃത്തികെട്ടനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനവിടെ ഒരിക്കലും ജോലിക്ക് പോയില്ലായിരുന്നു. അവന്റെ കീഴിൽ ജോലി ചെയ്തതിന് പകരമായിട്ട് എന്തെങ്കിലും കൂലിപ്പണിയിൽ എടുക്കാമായിരുന്നു. അവൻ ചെയ്ത ഈ കാര്യത്തിന് അവന് നല്ല ശിക്ഷ കിട്ടിയേ പറ്റൂ. ഹലോ ഹലോ നിധി, നിധി വേഗം വാ, പ്ലീസ് ഹെൽപ്പ് മീ. വിനയ്, എന്താ വിനയ്, എന്ത് പറ്റി? നിധി ഒന്ന് വേഗം ഓഫീസിലോട്ട് വാ. നിധി, വിനയ്, വിനയ്. വിനയ്, വിനയ്, എല്ലാരും എവിടെയാണ്? വിനയ്, സർപ്രൈസ്. Surprise! Thank you guys. Hello Nidhi. From next year we are moving to the new building and this is the new logo of our channel. എങ്ങനെയുണ്ട് ഈ സംഭവം? നാളെ ഞാൻ ഓഫീസിൽ വരില്ലേ? ഇതുപോലുള്ള ചീപ്പ് സർപ്രൈസിന് ആവശ്യം എന്തായിരുന്നു ഇപ്പോ? Don't have you any common sense? What are you people doing here? Just get back your work. വാടാ പോവാം. നിനക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് നീയാണെന്ന്. ആൻഡ് റിമെമ്പർ ദിസ്, ഡോണ്ട് പ്ലേ വിത്ത് മൈ ഇമോഷൻസ്. അതൊക്കെ പോട്ടെ, ഇതിനൊക്കെ ബഡ്ജറ്റ് എവിടെന്നാ? അതിവിടെ എൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ഹേയ്, you know one thing? I have some big plans.
ഹലോ. ഹലോ ഹാ അർജുൻ. മാഡം, അത് വയസ്സായ 2 ആൾക്കാരെ വന്നായിരുന്നു. ഓക്കേ. മീഡിയയുടെ സപ്പോർട്ട് വേണമെന്നാ പറഞ്ഞത്. ആഹാ. ഇപ്പൊ എന്താ ചെയ്യണ്ട മാഡം? റൂബിയോട് പറയ്. മാഡം, അത് അവര് കറക്റ്റ് ആയിട്ട് റെസ്പോൺസ് ചെയ്തില്ല മാഡം. അതെയോ? ഇന്റർവ്യൂവിനെല്ലാം അറേഞ്ച് ചെയ്യ്, ഞാൻ അവിടെ വരാം. ഓക്കെ മാഡം, ഞാൻ അറേഞ്ച് ചെയ്യാം. ഇതാരടാ രാവിലെ തന്നെ ഫോൺ ചെയ്യുന്നേ? ചിന്നു, ചിന്നു. ഹലോ, എവിടെയുണ്ട്? എന്താ മുത്തേത്? ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഫെസ്റ്റിവൽ പോയിക്കൊണ്ടിരുന്ന ഞാനും നീ ഒരുമിച്ച് അങ്ങനെ ഫെസ്റ്റിവൽ ചെയ്യുന്നേ? നീ തനി ആഘോഷിച്ചോ? നീ ഇല്ലാത്ത സമയം പോലും പോകുന്നില്ല. ഞാൻ നിന്നെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് എല്ലാം നിനക്കറിയാമോ? മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ആദ്യം എന്റെ ദേഹത്തുനിന്ന് കൈ ആരാ എടുക്ക്. നിങ്ങളുടെ അടുത്ത്? ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അത് മുത്തേ ഒന്നുമില്ല മുത്തേ. എവളുടെ കൂടെ ഉള്ളത്? എന്താ മുത്തേ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇവിടെ ആരും ഇല്ലെന്നേ. അധികം വാശി കാണിക്കാതെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വാട്ടോ. ഞാൻ നിന്നെ കൊണ്ട് വരാം. കാത്തിരിക്കാം. ഡിവോഴ്സ് പേപ്പർ കൂടെ എടുത്തിട്ട് വരാം. മുത്തേ, ഞാൻ പറയുന്നത് ഞാൻ നിന്നെ വിശ്വസിക്ക്. വിശ്വസിക്കില്ല. ഞാനൊന്നും ഫോൺ ചെയ്തില്ല വെക്കടാ. മുത്തേ. ഇതിനും ഡൈവോഴ്സോ? അവളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. PT ഉഷയുടെ അനിയത്തി പോലെ അങ്ങോട്ട് ഓടി പോവല്ലേ? ഇനി ഞാനെന്താ ചെയ്യണ്ടേ? തനിച്ചിരുന്ന് ഭജന കളിക്കണോ? എന്താടാ ഈ വീഡിയോ? എല്ലാവർക്കും നമസ്കാരം. മൈ ന്യൂസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മഹേഷ്. നോക്കൂ സുഹൃത്തുക്കളെ, നോക്കൂ, കണ്ണ് തുറന്ന് നോക്കൂ. ഫുട്ബോൾ പ്ലെയർ ആണെന്നാ തോന്നേ. കണ്ടില്ലേ കിടക്കുന്ന ഒരു കിടപ്പ്? നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ നോക്കൂ സുഹൃത്തുക്കളെ, ദേ കണ്ടില്ലേ? ഇങ്ങനെ ഈ ഷേപ്പിലാ മരിച്ചു കിടന്നത്. കണ്ടില്ലേ സുഹൃത്തുക്കളെ? മരിക്കുമ്പോ അവൻ ഈ കൈ എന്തിനിങ്ങനെ ഇവിടെ വെക്കണം? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇവന്റെ കൈയുടെ കോലം കാണുമ്പോ എനിക്ക് തന്നെ പാവം തോന്നുന്നു സുഹൃത്തുക്കളെ. ഇതേ കണ്ടില്ലേ സുഹൃത്തുക്കളെ? അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വളരെ കഷ്ടപ്പെട്ട് അവന്റെ ജീവൻ വരെ കളഞ്ഞേക്കുവാ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? വിധിയുടെ ഓരോ കളികളെ. ഇതുപോലെ ഒരവസ്ഥ ഒരു ഫുട്ബോൾ പ്ലെയറിനും ഇനി വരാൻ പാടില്ല സുഹൃത്തുക്കളെ. ഇതുപോലെ ഇനിയിപ്പോ എന്താ പറയേണ്ടത്? എനിക്കൊന്നും പറയാൻ വരുന്നില്ല സുഹൃത്തുക്കളെ. എന്റെ തൊണ്ടയും വേനിക്കുന്നുണ്ട്. ഞാനിവിടെ ഫിനിഷ് ചെയ്യുക. ക്യാമറമാൻ സുരേഷിനോടൊപ്പം നിങ്ങളുടെ സ്വന്തം മഹേഷ്. തൊണ്ട വേനിക്കുന്ന കട്ടിയാവുന്ന്. അനിയാ, ഇത് വെറും ട്രെയിലർ മാത്രമാ. കളി വേറെ വരാൻ പോകുന്നേ ഉള്ളൂ. നിനക്ക് കാണോടാ നിനക്ക്? മഹേഷ്, ദേ ഇങ്ങോട്ട് വന്നേ. വരുവാ മേഡം. ട്രെയിലറേ കാണാൻ വയ്യ. അതിനപ്പുറം അവൻ്റെ അടുത്ത കളികളൊക്കെ. എക്സ്ക്യൂസ് മീ മാഡം, യെസ്. ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. മൈക്കിൾ റെഡിയാണോ? ക്യാമറ 2 റെഡിയാണോ? പറഞ്ഞോളൂ. നമസ്കാരം മാഡം, എൻ്റെ പേര് ശ്രീനിവാസൻ എന്നാണ്. എന്റെ പേര് സരോജ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഗവൺമെന്റ് ഹൈസ്കൂൾ ടീച്ചേഴ്സാണ്. ഒരു 30 വർഷമായിട്ട് ഞങ്ങൾ ഗവൺമെന്റ് ഹൈസ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയൂ. ഞങ്ങൾക്ക് പിള്ളേരൊന്നുമില്ല. ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്നുള്ളതാ. അതുകൊണ്ട് ഞങ്ങൾ 30 വർഷം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമെല്ലാം ഒരു ബിൽഡറിനെ വിശ്വസിച്ചു കൊടുത്തു. ഞങ്ങളെ പറ്റിച്ച് കാശ് വാങ്ങിച്ചിട്ട് വീട് രജിസ്ട്രേഷൻ ചെയ്തു തരുന്നില്ല. പിന്നെ ഞങ്ങൾ കൊടുത്ത പണവും അവൻ തിരിച്ചു തരില്ല എന്ന് പറയുന്നു. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഇതാണ് മാഡം, കണ്ടു നോക്കൂ. പോലീസ് കംപ്ലൈന്റ് എന്തെങ്കിലും നിങ്ങൾ കൊടുത്തിരുന്നോ? ഇല്ല മാഡം, പോലീസുകാരെല്ലാം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് അയാൾ പറയുന്നത്. അതാരോ പോലീസ് ഓഫീസർ ഭരത്താണെന്നാ പറഞ്ഞേ. ഫോൺ വിളിച്ച് ഞങ്ങളെ വരട്ടുകയാണ്. ഇൻസ്പെക്ടർ ഭരതോ? റിട്ടയർഡ് ആയതിനു ശേഷം കുറച്ച് ദിവസമെങ്കിലും സ്വന്തം വീട്ടിൽ താമസിക്കണമെന്ന് ഒരു ചെറിയ ആഗ്രഹം. ലൈറ്റ്സ് ഓഫ്. ഈ ജന്മം ഞങ്ങളുടെ സ്വപ്നം റെക്കോർഡിംഗ് കംപ്ലീറ്റഡ്. വിഷമിക്കണ്ട അമ്മേ, എന്നെ മോളെ പോലെ കണ്ടാ മതി. നിങ്ങൾക്ക് നീതി വാങ്ങിച്ചിടേണ്ടത് എന്റെ കടമയാണ്. ഇപ്പൊ ധൈര്യമായിട്ട് പൊയ്ക്കോ. വളരെ നന്ദിയുണ്ട്.
രഞ്ജൻ, ആ ഫോട്ടേജ് എനിക്ക് പെട്ടെന്ന് വേണം. ഈ ഓഡിയോ കുറച്ച് ക്ലിയർ ചെയ്തേ. ഇന്ന് അസാധ്യമായി ഒന്നുമില്ല, പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ലൈൻ ആ ഫുട്ടേജിൽ ആഡ് ചെയ്യാം. മാം, സെക്കൻഡ് ക്യാമറ ഒട്ടും ക്ലാരിറ്റി ഇല്ല, സോ തേർഡ് ക്യാമറ എടുക്കുക മാഡം. നമസ്കാരം മാഡം. ആ വണക്കം മകേഷ്. എന്താ നിന്റെ ഫസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂവിന് റെഡിയാണോ? ഓ, നല്ല ഹീറ്റായി നിൽക്കുന്ന കുതിരയെ പോലെ റെഡിയാ മാഡം. പക്ഷെ എന്ത് ചെയ്യാനാ മാഡം, എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ലോജിക്ലെസ് ആയി ഇൻട്രോ കൊടുത്തേക്കോ മാഡം. എന്താ ലോജിക് ഇല്ലെന്നോ? കംഫർട്ടബിൾ ആണോ സർ? ഇരിക്കൂ സാറേ, ഇരിക്കൂ. സാറില്ല, ഇരുന്നോളൂ. ഇനി പറയൂ സർ, ഏതാണ് ലോജിക്ക്, ഏതാണ് ഇല്ലോജിക് സർ? സാറ് പറയൂ. സർ, അതെന്താന്ന് താങ്കളോടാ ചോദിക്കുന്നേ? ഇല്ല സർ, ഞാൻ പറയുന്നത് എന്താന്ന് നോക്കിയേ, വേണമെങ്കിൽ കണ്ണിൽ തുണിയും കെട്ടിക്കൊണ്ട് റോഡ് വേണമെങ്കിൽ ക്രോസ് ചെയ്യാ. പക്ഷെ ഈ സീറ്റിൽ നിന്ന് ഡിസിഷൻ എടുക്കുന്ന കാര്യമുണ്ടല്ലോ, അത് നീ വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല. എന്ത് ടെലികാസ്റ്റ് ചെയ്യണം, എന്ത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അറിയാതെയാണോ ഇത്രയും വലിയ ന്യൂസ് ചാനൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്? അത് നിന്നോട് വേണം കേട്ടോ അറിയാനല്ലേ? സർ, അങ്ങനെയൊന്നും ഇല്ല സർ. Shut up and get out. സർ, വേണ്ട സർ, എനിക്ക് ഇപ്പൊ പേടിയാ സർ. ഒന്നാണെങ്കിൽ ലോജിക്ലെസ്, ഒന്നാണെങ്കിൽ സെൻസ്ലെസ്. ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. മാഡം, ഗുഡ് മോർണിംഗ്. Today's plan list. രൂപ, ആ ഡിബേറ്റ് പ്രോഗ്രാം ഇല്ലേ, പ്രൈം ടൈം ടെലികാസ്റ്റ് ചെയ്യാൻ പറയേ. ഓക്കെ ഓക്കെ, ഷുവർ സാർ. യാ, ഞാൻ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ ചെയ്തു വിനയ്. പ്രൈം ടൈമിൽ അത് ഇടാൻ വേണ്ടിയിട്ട് സ്ലോട്ട് വേണം. പ്രൈം ടൈമിലോ? യെസ്. ഇപ്പോഴാണ് രൂപയോട് ഒരു ഡിബേറ്റ് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഞങ്ങൾക്ക് പിള്ളേരൊന്നുമില്ല. ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്നുള്ളതാ. അതുകൊണ്ട് ഞങ്ങൾ 30 വർഷം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമെല്ലാം ഒരു ബിൽഡറിനെ വിശ്വസിച്ചു കൊടുത്തു. ഞങ്ങളെ പറ്റിച്ച് കാശ് വാങ്ങിച്ചിട്ട് വീട് രജിസ്ട്രേഷൻ ചെയ്തും തരുന്നില്ല. പിന്നെ ഞങ്ങൾ കൊടുത്ത പണവും അവൻ തിരിച്ചു തരില്ല എന്ന് പറയുന്നു. നിധി, ഡോണ്ട് ടെലികാസ്റ്റ് ദിസ്. എന്തിന്? ഹിസ് നെയിം ഇസ് രാജ് മെഹ്ത. എന്റെ വെൽവിഷറും കൂടിയാണ്. വൺ ഓഫ് ദ റെപ്യൂട്ടഡ് ബിൽഡേഴ്സ് ഇൻ ദ സിറ്റി. സോ ഐ മീൻ, നമ്മുടെ ഈ ചാനലിന്റെ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഹൗ ക്യാൻ വി പ്രൊജക്റ്റ് ആസ് എ നെഗറ്റീവ് ഇൻ അവർ ചാനൽ? ഇവിടെ ഹീറോയും വില്ലനൊന്നും വലിയ കാര്യമല്ല. നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്യുന്നതാണ് മോട്ടീവ് ഇമ്പോർട്ടന്റ്. നിന്നോട് കുറെ നാളായിട്ട് പറയണമെന്ന് കരുതിയതാ. നിന്റെ ഐഡിയയും ഐഡിയോളജിയും എനിക്ക് സെറ്റ് ആവുന്നില്ല. യു ഓൾവേസ് ഫോക്കസ് ഓൺ TRP. അതെന്റെ മോറൽ വാല്യൂസിനും എത്തിക്സിനും സ്യൂട്ട് ആവുന്നില്ല. നിധി, ഞാൻ ഈ ചാനൽ ബിൽഡ് ചെയ്യാൻ TRP ആണ് കാരണം. യെസ്, ഐ ഓൾവേസ് ഫോക്കസ് ഓൺ ദാറ്റ് എത്തിക്സ്. പക്ഷെ നിന്റെ ഈ മോറൽസ് വാല്യൂസ് ഒക്കെ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ യൂസ് ആവത്തില്ല. സി, ടുഡേ അവർ ചാനൽ ഗോട്ട് highest TRP. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. യെസ്, ഐ എം ഇൻ റൈറ്റ് വേ. മേ ബി യു ആർ ഇൻ റോങ് വേ. TRP പ്രധാനപ്പെട്ടതാണ്, പക്ഷെ ചാനലിന്റെ അൾട്ടിമേറ്റ് ഗോൾ അതല്ല. യു ഫോർഗോട്ട്, നമ്മൾ രണ്ടുപേരും ചേർന്നാണ് ഈ ചാനൽ ഓപ്പൺ ചെയ്തത്. ടു ഗിവ് റൈറ്റ് ഇൻഫർമേഷൻ ആൻഡ് സർവീസ് ടു ദ സൊസൈറ്റി, നോട്ട് ടു എന്റർടൈൻ ആസ് യു ആർ ഡൂയിങ്. ഐ എം നോട്ട് അറ്റ് ഓൾ ഓക്കെ വിത്ത് യുവർ ക്യാരക്ടർ. ഐ എം ലീവിംഗ്. നമുക്ക് ഓട്ടോറിക്ഷയിൽ പോയാലോ? ബസ്സിന് വേണ്ടി കാത്തിരുന്ന നേരം വൈകും. ഓട്ടോ, ബസ് സ്റ്റാൻഡിലോട്ട് വണ്ടി പോകൂ. വാ, കയറ്. നമസ്കാരം മാഡം.
നമസ്കാരം. നമസ്കാരം സുഹൃത്തുക്കളെ, ഐ ന്യൂസിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇത് സെലിബ്രിറ്റി ഇന്റർവ്യൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം മഹേഷ്. നോക്കൂ സുഹൃത്തുക്കളെ, എവിടെയാണോ സെലിബ്രിറ്റി അവിടെ ആയിരിക്കും എന്റെ കണ്ണ്. അയ്യോ, കട്ടി. ഓക്കെ, എവിടെയാണോ സെലിബ്രിറ്റി ഉള്ളത് അവിടെ ആയിരിക്കും ഞങ്ങളുടെ ക്യാമറ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നായിക മിസ് മോണിക്ക മാഡം. മാഡം പ്രോഗ്രാമിന് സ്വാഗതം ചെയ്യാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. മാഡം ഒരു മിനിറ്റ്, എടാ നീങ്ങി പോടാ പുറകിലേക്ക്. അവിടേക്ക് നോക്കി ഇവിടെ ലോങ് ആംഗിൾ. ഇവിടെ ലോങ് പറയുമ്പോ എങ്ങോട്ടാണ് ക്യാമറ പോകുന്നത്? നേരെ നോക്കിടാ, നേരെ വയ്ക്ക്. ഇവിടെ സൂം ഇടാ, നേരെ സൂം ചെയ്യാം. അങ്ങനെ സൂം ചെയ്യാം, അങ്ങനെ തന്നെ. നോക്കി ഹെഡ്ലൈറ്റ് നോക്കടാ, ഹെഡ്ലൈറ്റ്. സൂപ്പർ അല്ലേ? കറക്റ്റ് അങ്ങനെ തന്നെ. സൂപ്പർ. നോക്കി നോക്കി ടോപ്പ്. നോക്കിയെടുക്ക്, നോക്കി ഞാൻ പോട്ടെ. എടാ സൂം ചെയ്യടാ, നേരെ പിടിക്കടാ ക്യാമറ. അങ്ങനെ നല്ലപോലെ പിടിക്ക്, നല്ലപോലെ ഫോക്കസ് ചെയ്യ്. നോക്കടാ. അത് തന്നെ, അങ്ങനെ ഓക്കെടാ. എടാ, ഇതുപോലൊരു കാറിന്റെ അടുത്ത് ഇതുപോലൊരു മേഡത്തെ ഇന്റർവ്യൂ ചെയ്യുന്നത് കഴിഞ്ഞ ജന്മത്തിലെ പുണ്യോടാ. ഇതെടുത്ത് അതുപോലെ തന്നെ ടെലികാസ്റ്റ് ചെയ്താലുണ്ടല്ലോ നല്ല റീച്ച് ആയിരിക്കോടാ. മാഡം, ഈ കാറും മേഡത്തെ പോലെ നല്ലതുപോലെ തിളങ്ങുന്നുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സിങ്ക് ഉണ്ടോ? ആക്ച്വലി എന്താ മാഡം, എനിക്കൊരു ഡൗട്ട്. ഈ കാറ് 4 വീലർ ആണോ അതോ 5 വീലർ ആണോ? എന്ത് കാറിന് എവിടെയാ 5 വീലർ ഉള്ളത്? 4 വീലർ തന്നെയല്ലേ ഉള്ളത്? ഉണ്ട് മാഡം. സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ, അത് അകത്തുണ്ടായിരിക്കും. മേഡത്തിന്റെ അകത്തുണ്ടോ? എന്ത് കാറിന്റെ അകത്തുണ്ടോന്നാ ചോദിച്ചേ. എന്തോ ഇരിക്കുമായിരിക്കും. ബാക്കിൽ നോക്ക്, കാറിന്റെ ഡിക്കി നോക്കാൻ. മാഡം, എനിക്ക് ഇനിയൊരു ഡൗട്ട് ഉണ്ട് മാഡം. ഈ കാറിന്റെ മൈലേജ് എത്രയാണ്? 5 പേർക്കാണോ 10 പേർക്കാണോ 15 പേർക്കാണോ? ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ടോ മാഡം? ഏയ് നിർത്തടാ, മതി. ഞാനും അന്നേരം മുതൽ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. എന്തിനാ മാഡം? ഞാൻ കാർ വാങ്ങിട്ട് 2 വർഷമായി. അല്ല, നീ എന്നെ ഇന്റർവ്യൂവിന് എന്തിനാ ഇപ്പൊ വിളിച്ചു വരുത്തിയത്? ഞാനിപ്പോ ചെയ്യുന്ന ജോലി എന്താ? എനിക്ക് എന്താ വേറെ ജോലിയൊന്നും ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? 4 സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമയുടെ സെറ്റിൽ നിന്നാ ഞാൻ വരുന്നത്. എന്നെ പറ്റി എന്താണ് നീയൊക്കെ ധരിച്ചിരിക്കുന്നത്? നിന്നെയെല്ലാം നിന്നെ ഇനി ഒരു പ്രാവശ്യം അങ്ങനെ എന്റെ കൺമുന്നിൽ കണ്ട നിന്നെ കൊന്നുകളയും. സൂം ചെയ്യാൻ പറഞ്ഞപ്പോ സൂം ചെയ്യാതെ ഇപ്പൊ എന്താണ് സൂം കൊണ്ട് വരുന്നേ? നിന്റെ വാക്യത്തോടല്ലോ ഞാൻ മയക്ക് തള്ളി തരും, പറഞ്ഞേക്കാം. ഓടാവട്ടെ. ശരിയേട്ടാ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. യെസ്, ഐ എം ഇൻ റൈറ്റ് വേ. മേ ബി യു ആർ ഇൻ റോങ് വേ. നന്ദിനി, എൻ്റെ എനർജി ഡ്രിങ്ക്. നന്ദിനി പവർ പാക്ക് വിത്ത് MS ധോണി. ഇടവേളയ്ക്ക് ശേഷം ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാര്യങ്ങൾ, അതായത് ഡോക്ടർ ജയിലിൽ നിന്ന് റിലീസായത് ശരിയാണോ തെറ്റാണോ? സത്യമായിട്ട് ശരിയാ. ആ ഡോക്ടർ പാവ. ആ വീഡിയോ ഞങ്ങൾ നന്നായിട്ട് കണ്ടതാ. അങ്ങനെ മോശമായിട്ടൊന്നും നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ചാനലിൽ അവ മോശമാണെന്ന് പറഞ്ഞ അവ മോശമാവോ? ഫുൾ വീഡിയോ എവിടെ ഏട്ടെ? എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഫുൾ വീഡിയോ വീട്ടിലുള്ളവരെ മുമ്പിൽ കാണിക്കാൻ പറ്റുമോ? ഇവരുടെ കയ്യിൽ ഫുൾ വീഡിയോ ഉണ്ടായിരുന്നത് ബ്ലർ ചെയ്ത് കാണിച്ചേനെ. അങ്ങനെ എത്രയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ വെളിയിൽ വന്നിട്ടുണ്ട്. ഇനിയും അതുപോലത്തെ വേല കാണിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. മറ്റൊരു സ്ട്രിംഗ് ഓപ്പറേഷൻ കൂടി നമുക്ക് ചെയ്തു തീർക്കാം. യെസ്, കണ്ടില്ലേ പ്രേക്ഷകരെ, ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഇതാണ്. നമുക്ക് വീണ്ടും കാണാം.
ഫുൾ ഫോട്ടേജ് കിട്ടിയില്ല. വരയ്ക്കണ്ടേ വാ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു അമ്മേ. വീടിനെ പറ്റി വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? എപ്പോ വരും? പെട്ടെന്ന് വരാം അമ്മേ. ആ വൈകിട്ട് അമ്പലത്തിൽ പോണം, വേഗം വരണം. നീ അവിടെ മടി പിടിച്ചൊന്നും ഇരിക്കരുത്. അമ്പലത്തിലേക്കല്ലേ? റെഡി ആയിട്ട് വരാം അമ്മേ. 2 hours ഞാൻ അവിടെ എത്തും അമ്മേ. എപ്പോഴും ശരി ശരി എന്ന് പറയുന്നിട്ട് വരികയില്ല. എത്ര പ്രാവശ്യം പറയുന്നത്? എന്നിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. വേഗം വാ. 1 minute അമ്മേ. യെസ്, നിധി എന്ന് പറയുന്നത് നിങ്ങളാണോ? അതെ. സാർ വിളിക്കുന്നുണ്ട്, വരൂ. ഏത് സാർ? ഭരത് സാർ. എന്താ കാര്യം പറ. അവിടെ വെച്ച് പറഞ്ഞോളും, വരൂ. 5 minute വെയിറ്റ് ചെയ്യ, ഞാൻ റെഡി ആയിട്ട് വരാം. സാർ നമസ്കാരം സാർ. ആ പറയൂ. അവര് റൂമിൽ തന്നെ ഉണ്ട് സാർ. ഇപ്പൊ വരാന്നാ പറഞ്ഞേക്കുന്ന സാർ. ശരി, അവരുടെ കോഫി ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വെക്കോളൂ. ശരി സാർ, പറയാം. ഹലോ, നമസ്കാരം സർ. നമസ്കാരം മാഡം. സർ, നിങ്ങൾ എന്തുകൊണ്ടാണ് റൗഡിസം ചെയ്യാനുള്ള കാരണം പറയൂ. മാഡം, കാരണമുണ്ട് മാഡം. അതുകൊണ്ടാ റൗഡി ആയത്. ഏതെങ്കിലും ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് ഞാൻ റൗഡി ആയത്. വെറുതെ സമയം പോക്കിനാരും റൗഡി ആവില്ല മാഡം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു അറിയോ മാഡം? ഓടിക്കടാ, പോലീസ് ഓടിക്കോ, ഓടെ ഓടെ. നിങ്ങളാ പറഞ്ഞ എഴുതാക്കാൻ. സാർ, ആംബുലൻസ് വിളിക്കട്ടെ? നടക്കണം. വിളിക്കേ, വിളിച്ചവനെ മുകളിലേക്ക് കയറ്റേ. ഇതുപോലുള്ള റേപ്പിസ്റ്റുകൾക്ക് കോർപ്പറേഷൻ ലോറി തന്നെ ധാരാളമാണ്. ശരി സാർ, എഴുന്നേക്കടാ. പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നിട്ട് പോടാ, എഴുന്നേക്കെ. ഇവിടുന്ന് പ്രീ വെഡിങ് ഷൂട്ടിംഗ് നടക്കണോ? ക്യാമറ നടക്കടാ. എന്താ മാഡം, ഇന്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവസരം ഞങ്ങൾക്കിട്ട് പണി തന്നു അല്ലേ? മാക്കി കസമാ പറയുന്നത്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാലേ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. കസമോ? നിന്റെ അമ്മ ഒരു പെണ്ണെന്നല്ലടാ. നിന്റെ പേരിലുള്ളത് റേപ്പേഴ്സ് ആണ്. കള്ള നായിന്റെ മോനെ, നീ പുറത്തു വരുന്നതിന് സ്വപ്നം കണ്ട. സാർ, ആ പെൺകുട്ടി തന്നെ ഇൻഫർമേഷൻ നമുക്ക് തന്നത്. ഡേയ്, കേറാങ്ങോട്ട്.
കരളിലെ മോഹം ചൊല്ലിടാൻ നീ എൻ അരികിലായി വന്നുവോ ചൊല്ലു പെണ്ണേ എൻ കനവിൽ നീ പ്രണയവും നീയേ എന്നുയർ നീയേ അരികിൽ വാ കൺമണി മനസ്സിൽ ഞാൻ കാണും കനവിലായി തിരിയായി നീ തെളിയും നിൻമിഴി കാത്തിരുന്നു നിന്നെ എൻ കണ്ണുകൾ വരമായി വന്നൊരൻ കൺമണി അകലെയായി പോയി നീ എന്നുലകിൽ ഞാൻ മാത്രമായി സ്നേഹിച്ചു നിന്നെ ഞാൻ ഒരു കാരണമില്ലാതെ ഇതോ ഇതോ പ്രണയം പെണ്ണേ നീയേ നീയേ പ്രണയം പെണ്ണേ കരളിലെ മോഹം ചൊല്ലിടാൻ നീ എൻ അരികിലായി വന്നുവോ ചൊല്ലു പെണ്ണേ എൻ കനവിലും നീ പ്രണയവും നീയേ എന്നുയർ നീയേ അരികിൽ വാ കൺമണി മനസ്സിൽ ഞാൻ കാണും കനവിലായി തിരിയായി നീ തെളിയും നിൻമിഴി കാത്തിരുന്നു നിന്നെ എൻ കണ്ണുകൾ വരമായി വന്നൊരൻ കൺമണി കരളിലെ മോഹം ചൊല്ലിടാൻ നീ എൻ അരികിലായി വന്നുവോ ചൊല്ലു പെണ്ണേ എൻ കനവിലും നീ പ്രണയവും നീയേ എന്നുയർ നീയേ അരികിൽ വാ കൺമണി ഹലോ, എന്നെ പറ്റി എന്താ വിചാരിച്ചത്? എനിക്ക് എല്ലാം അറിയാം. എനിക്കറിയാം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നത് എന്തിനാണെന്ന്. എന്നെ പ്രേമിക്കുന്നുണ്ടല്ലേ? ബട്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ക്യാരക്ടർ. വാട്ട്സ് റോങ്? ഫോർ യുവർ ക്ലാരിഫിക്കേഷൻ, ഏയ് കരളിലെ മോഹം ചൊല്ലിടാൻ നീ എൻ അരികിലായി വന്നുവോ ചൊല്ലു പെണ്ണേ എൻ കനവിലും നീയേ പ്രണയവും നീയേ എന്നുയർ നീയേ അരികിൽ വാ കൺമണി Hello. Excuse me.
നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതാ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് വിത്ത് യു എന്ന്. എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ബീങ് ആൻ ഓഫീസർ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ലേ? വീട്ടിലേക്ക് കോൺസ്റ്റബിളിനെ അയക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതും കോഫി ഷോപ്പിലേക്ക് വരാൻ വേണ്ടി. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഇഫ് ഇറ്റ് റിപ്പീറ്റ്സ് ഐ വിൽ കംപ്ലൈന്റ് യുവർ ഹയർ ഓഫീസർ. ഒരു മിനിറ്റ് ഇരിക്കേ. സീരിയസ്ലി? വാട്ട്സ് റോങ് വിത്ത് യു? സോ മെനി മെസ്സേജസ്, 12 മിസ്ഡ് കോൾസ്. എന്തിനാ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ബോധമില്ലേ? ഏയ്, കോഫി കുടിക്കുന്നോ? ശരി, കാര്യം എന്താണെന്ന് പറയ്. മാറ്റർ വളരെ സീരിയസ് ആണ്. നീ എനിക്ക് ക്ലോസ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. വാട്ട് യു മീൻ? ഞാനെങ്ങനെ നിങ്ങൾക്ക് ക്ലോസ് ആയെന്ന് പറയുന്നേ? ക്ലോസ് ആണെന്ന് കരുതി. ചുമ്മാ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടുമല്ലേ? സോ ബെറ്റർ കം ടു ദ പോയിന്റ്, ഓർ എൽസ് ഞാൻ പോകും. രൂപ, നിങ്ങളുടെ ചാനൽ റിപ്പോർട്ടർ റൈറ്റ്? അതെ. ഇവള് മിസ്സിംഗ് ആണെന്ന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. വാട്ട്? മിസ്സിംഗോ? ആസ് പെർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ഒരു കോൾഡ് വാർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വാട്ട് റബിഷ്! രൂപ ഞങ്ങളുടെ ചാനലിലെ ക്രൈം റിപ്പോർട്ടറാണ്. ലെറ്റ് മീ ടോക്ക് ടു വിനയ്. The number you are calling is currently switched off. Please try later. The number you are calling is currently Even switched we off. try to reach him. Please try later. But no use. താങ്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ, റൂബയെ ലാസ്റ്റ് എപ്പോഴാണ് മീറ്റ് ചെയ്തത്? 2 days ആയി. ഇൻഫാക്ട് എന്നെ ഓഫീസിലും പോയിട്ട് 2 days ആയി. എന്താ കുടുങ്ങുന്ന പേടിയാണോ? ഭരത്, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം സ്റ്റേഷനിൽ മാത്രം മതി. ഞാൻ അവിടെ വന്ന് ആൻസർ ചെയ്തോളാം. ആൻഡ് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് വേ. ആൻഡ് ഐ നോ യുവർ ബ്ലഡി ഇന്റൻഷൻ. പാവല്ല, നാളെ ബർത്ത്ഡേ അല്ലേ എന്ന് കരുതി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാതെ ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോ നീ എനിക്ക് റൈറ്റും റോങ്ങും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നേ? ശരി, അങ്ങനെ ആകട്ടെ. റൈറ്റ് ടൈം വരുമ്പോൾ റൈറ്റ് പ്ലേസിലേക്ക് വിളിപ്പിക്കാം. അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാം. പോ നോക്ക്.
വിനയ് 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 God bless our home. Peace to all who enter. വിനയ് 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 നീ എവിടെയാ? നിന്റെ പ്ലാനൊക്കെ എനിക്ക് അറിയാം. മതി, നീ പുറത്തേക്ക് വാ. ഹലോ, എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. രൂപ, രൂപ. ആ സാർ. നിധി എവിടെ ഉള്ളേ? സാർ മാഡം ഓഫീസിലോട്ട് വന്നിട്ടില്ല. റൂപ ഓഫീസിൽ വന്നിട്ട് എത്ര നാളായി? സാർ 3 days ആയി സാർ. ഫോൺ പോലും കണക്ട് ആവുന്നില്ല. ഓക്കെ, വിനയ് എവിടെ? ഇനിയും വന്നിട്ടില്ലേ? ഇല്ല സാർ, അവരുടെ ടൈമിങ്സ് തന്നെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, വിനയും രൂപയും ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി രണ്ടുപേരും എന്നെ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടല്ലോ? ഓക്കെ സാർ. ഏയ് മറക്കരുത്. ആ ശരി സാർ. As the night grows dark and the moonlight shines, my eyes glow red with hate. Like the candle burns brighter as it dies, you shall scream in pain. Your time has come now. Rest in peace, love. Happy birthday to you. Happy birthday to you. My dear dream girl, I know you are here. Come out, Nidhi.
Come out, Nidhi. Oh my God. You want to kill me? അതും ഇതുകൊണ്ട് പെണ്ണുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാനും പറ്റുമല്ലേ? വ്യത്യസ്തമായ ക്യാരക്ടർ പ്രൊജക്റ്റും ചെയ്യാം. ഇപ്പോ ജീവൻ എടുക്കാനും യൂസ് ചെയ്യുന്നു. Wow, super. But better luck next time. You wanna go out? Keys അവിടെയുണ്ട്.
യെസ്. സാർ ഓർഡർ. റോങ് അഡ്രസ് ആണെന്ന് തോന്നുന്നു. സാർ അഡ്രസ് ഇതാ കാണിക്കുന്നേ. ഇറ്റ്സ് നോട്ട് മൈ ഓർഡർ. God bless you. Nidhi, open the door. I say open the door. Please, doctor, leave me. I say open the door. No. No. No, doctor, I beg you. കീ എവിടെ പോയി? കീ എവിടെ പോയി?
ഹലോ, നമസ്കാരം സാർ, ഞാൻ നാരായണൻ. അത് തന്നെ സാർ, ഒരു നമ്പർ തന്നില്ലായിരുന്നോ? ട്രേസ് ചെയ്തു സാർ. അതൊരു മീഡിയ പെൺകുട്ടിയാ, പേര് രൂപ. അതെ. ആ നമ്പർ ഇപ്പോൾ ആക്റ്റീവാ സാർ, ലൊക്കേഷനും കാണിക്കുന്നുണ്ട്. കൊണ്ടരുത്. നെറ്റ്വർക്ക് ഏത് കാണിക്കുന്നേ? സാർ നെടുമങ്ങാടാ കാണിക്കുന്നേ. ഒരു 20 മിനിറ്റാ സാർ. നിങ്ങൾക്ക് ഞാൻ ലൈവ് ലൊക്കേഷൻ അയക്കാം. ഓക്കെ, പെട്ടെന്ന് അയക്കേ. ഓക്കെ സാർ. നിങ്ങൾ പെട്ടെന്ന് അവിടെ പോയി CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യേ. ഓക്കെ സാർ. ഹലോ, പറയൂ സർ. അതെ അതെ സർ. ആ രൂപയുടെ മിസ്സിംഗ് കേസ് ഇല്ലേ, അതെന്തായി? ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് സർ. ഒന്ന് വേഗം തീർക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഈ മീഡിയക്കാരില്ലേ ഇത് വലിയ ഇഷ്യൂ ആക്കും. അല്ല സർ, പേഴ്സണലായിട്ട് ഞാൻ തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ആണോ? ഓക്കെ. എത്രയും പെട്ടെന്ന് തന്നെ കേസ് ക്ലിയർ ചെയ്യും സർ. പിന്നെ കേസിനെ കുറിച്ച് അധികം ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കോ? ഓക്കെ. ഓക്കെ സർ. ഓക്കെ. യെസ് സർ. അതെല്ലാം ചെക്ക് ചെയ്തായിരുന്നോ? സാർ ചെക്ക് ചെയ്തു. ഒറ്റൊരു ക്യാമറയെ വർക്കിംഗിലുള്ളൂ, പക്ഷെ അതിലും ക്ലാരിറ്റി ഇല്ല. അങ്ങനെയാണോ? ആയിരക്കണക്കിന് വണ്ടി ഓടില്ല സാർ. അത് വളരെ കഷ്ടമുള്ള കാര്യമാണ് സാർ. ലൊക്കേഷൻ ട്രേസ് ആയിട്ടുണ്ട്, പെട്ടെന്ന് വണ്ടി കയറേ. ഓക്കെ സാർ.
കണ്ണു തുറക്ക്. എഴുന്നേക്ക് വിനയ്, വിനയ് എഴുന്നേക്ക്. ഇതെങ്ങനെ സംഭവിച്ചേ? Nidhi, who is the best? വിനയ്, നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എഴുന്നേക്ക്, പതിയെ സൂക്ഷിച്ചെഴുന്നേക്ക്. വിനയ് പതിയെ വാ. വിനയ്, Oh, shit! it's a revenge. We have to escape, വിനയ്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാകും. പക്ഷെ എങ്ങനെ? നമുക്ക് ഇത് ഉപയോഗിച്ച് രക്ഷപ്പെടാം വിനയ്. ഹേ വേണ്ട, ആ റൂമിൽ പട്ടിയുണ്ട്. വാ. Alex! Alex. Alex. Rest in peace, my boy. Alex. നിധി, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഐ ഹാവ് an idea. നീ കണ്ടില്ലേ, ഈ വീട്ടിൽ 2 പടിക്കെട്ടുണ്ട്. ഒരു പടിക്കെട്ടിൽ ഞാൻ ഡോക്ടറിനെ ഡൈവേർട്ട് ചെയ്യാം, മറ്റൊരു പടിക്കെട്ടിൽ നീ എസ്കേപ്പ് അയക്കാം. നീ എന്തേ പറയുന്ന വിനയ്? ഇത് നോക്കി, എന്നെ പുറത്തൊരു ഫ്രണ്ട് നിനക്ക് ഇല്ലെങ്കിലും സാരില്ല. പക്ഷേ നിന്നെ പോലൊരു ഫ്രണ്ടിനെ എനിക്ക് വേണം നിധി. നിന്റെ തലയ്ക്കുന്ന ബോധമില്ലേ? സാക്രിഫൈസോ? ഞാൻ തനിച്ചാണ് ഇവിടെ വന്നത്, പക്ഷെ പോകുമ്പോ നീ എന്റെ കൂടെ ഉണ്ടാകണം. We can't escape. We will attack. എന്ത്?
അലക്സ്, അലക്സ്, Hey! Benny!
വാ വിനയ്, വേഗം വാ. വാ വിനയ്, വേഗം വാ. വേഗം വാ. വേഗം. കീ കാണുന്നില്ല. അയ്യോ, കാർ കീ എവിടെ പോയി? വിനയ്, വിനയ്, കാറിന്റെ കീ. വിനയ്, വിനയ്. No. പ്ലീസ്, അവനൊന്നും ചെയ്യല്ലേ. അവന് വിട്ടേക്ക്. നോ, 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 നോ ഡോക്ടർ, നോ. വിനയ്, വിനയ്. വിനയ്, എഴുന്നേക്ക് വിനയ്, എഴുന്നേക്ക്. വിനയ്, പ്ലീസ് എഴുന്നേക്ക് വിനയ്. വിനയ്, who the hell are you? പറയ്. Why are you doing this? You bloody, എന്തിനാണ് ഇത് ചെയ്തേ? പറയ്. Be calm. You are a brave journalist. ഇതിനായിരുന്നു 3 വർഷമായിട്ട് വെയിറ്റ് ചെയ്തത്. Okay, okay. Why are you killing bloody-യോ? നിന്റെ സ്റ്റൈലിൽ തന്നെ പറയാം. But a small change. Breaking news. 15th October 2017. Rapist doctor attempt to rape. കാമവെറിയനായ ഡോക്ടറുടെ കാമലീലകൾ. ആ ഡോക്ടറുടെ പേര് ജോസഫ്. നോ, നോ. അന്ന് പിന്നെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ? ആ സർ, നെക്സ്റ്റ് വീക്ക് ഫോറിൻ ഷെഡ്യൂൾ ഉണ്ട്. ഓ, ഈസ് ഇറ്റ്? ഇന്നാ? താങ്ക് യു. ഗുഡ്. സർ, മനീഷ്, പറഞ്ഞോളൂ സർ. ഐസോട്രെറ്റിനോണിൻ ക്യാപ്സ്യൂൾസ് കൂടെ sir. പോളിട്രിക്സ് 30 mg ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടോ? ഓക്കെ സർ.
വരൂ പോ. ആ സർ. ഡോക്ടർ എന്തുപറ്റി? അറിയില്ല, പെട്ടെന്ന് ഇവൾ അൺകോൺഷ്യസ്. അങ്ങനെയാണോ? സോ ഐ ആം ഫീലിംഗ് ഡ്രൗസി. ഓക്കെ, യു ഡോണ്ട് വറി സാർ. നിങ്ങൾ റെസ്റ്റ് എടുക്ക. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹെയർ. ഞാൻ ജയിലിൽ നിന്ന് വന്ന ശേഷം എന്നെ ഈ അവസ്ഥയിലാക്കിയവരെ വെറുതെ വിടില്ല എന്ന് ഞാൻ ഫിക്സ് ചെയ്തു. ഞാൻ പേഷ്യൻസിന്റെ ന്യൂഡ് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഫോറിനിലേക്ക് സെല്ല് ചെയ്തുകൊണ്ടിരുന്നു. അതില് സെലിബ്രിറ്റി വീഡിയോസിന് ഡിമാൻഡ് കൂടുതലാ. കുറെ കാലമായിട്ട് ഞാനീ പണി ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് ജനലിനപ്പുറത്ത് മീഡിയക്കാരുടെ ID കാർഡ് കിട്ടി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാം ഏതോ മീഡിയക്കാരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ രൂപയെ കിട്ടി. ഹലോ, യെസ്. ആ, ഓക്കെ ഓക്കെ. എത്രയ്ക്ക് ഡീലാവും? ശരി ശരി, നിങ്ങൾ ലൊക്കേഷൻ ഷെയർ ചെയ്യട്ടോ, ഞാൻ വേഗം വരാം. ആ, നിങ്ങളുടെ ജൂനിയർ ഡോക്ടർ എനിക്ക് കോൾ ചെയ്ത് എത്ര പൈസ വേണേലും തരാം, ആ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതാ ഞാനും ഓക്കെ എന്ന് പറഞ്ഞത്. പക്ഷേ ആ വീഡിയോയിൽ അവനില്ല. ആ വിഷയം എനിക്ക് മനസ്സിലായത്. ക്യാമറ എല്ലാം റെഡിയല്ലേ സാർ? നോക്ക്, ക്യാമറ അവിടെയുണ്ട്. ഞാൻ എന്ത് ചോദിച്ചാലും ക്യാമറയിൽ നോക്കി ഉത്തരം പറയണം. എന്റെ ബോസിന് ഫുട്ടേജ് ഉണ്ടായി, അത് മാത്രം മതി. മുന്നും പിന്നും നോക്കാതെ ടെലികാസ്റ്റ് ചെയ്യും.
നിന്റെ കൂടെ ചേർന്ന് സ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്തത് ആരാടാ? പറയേ. നിധി. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കോടതിയിലാണ് പോയി തെളിയിക്കേണ്ടത്. അതല്ലാതെ ഞങ്ങളല്ല ഇങ്ങനെ ദ്രോഹിക്കേണ്ടത്. I lost my family because of you four bloody people. ഇതാ മോളെ, കുറച്ചേ ഉള്ളൂ. വേണ്ട അമ്മ. കഴിക്ക്. എനിക്ക് വേണ്ട. ദേ ഞാൻ പറയണ എനിക്ക് കേക്ക്. ഇഷ്ടമല്ല ഇത്. ഇല്ലെങ്കിൽ ഞാൻ അച്ഛന്റെ അടുത്ത് വേണ്ട. പറഞ്ഞു കൊടുക്കും. മറക്കണ്ട, അച്ഛൻ വന്ന നല്ല അടി കിട്ടും. അച്ഛാ നോക്കച്ഛാ. ഓ, ഞാൻ പറയണ കേക്കില്ലല്ലേ? എന്താ മോളെ ഇങ്ങനെ വാശി പിടിക്കാതെ? അമ്മ വാരി തരുന്നില്ലേ, നീ കഴിച്ചപ്പോരെ. ഞാൻ നിനക്കൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ നമുക്ക് പറയാമോ? Look here. ഹായ്. എന്റെ മനുഷ്യൻ, നിങ്ങൾ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്ത് ഈ പെണ്ണ് മഹാ ചീത്തയായി. അമ്മ പറഞ്ഞ അനുസരിക്കണം കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാവേ. ശരി, ഇനിയെങ്കിലും കഴിക്കാമോ? മാഞ്ഞു പോകും ദിനങ്ങൾ തോറും നിന്നോർമകൾ മാത്രമായി എന്നുള്ളിൽ വിരിഞ്ഞൊരു കനവുകളെല്ലാം സത്യമായി മാറിയിടുന്നു. നിൻ കൂടെ കടന്നൊരു ഞൊടികളെല്ലാം ഉള്ളത്തിൽ മുറിവേകുന്നു. എന്നുള്ളിൽ വിരിഞ്ഞൊരു കനവുകളെല്ലാം സത്യമായി മാറിയിടുന്നു. നിൻ കൂടെ കടന്നൊരു ഞൊടികളെല്ലാം ഉള്ളത്തിൽ മുറിവേകുന്നു. അതെ ചേട്ടാ, നേരത്തെ ഒരു വാർത്ത ടിവിയിൽ വന്നായിരുന്നു. ഏതോ ഡോക്ടർ ഒരു ആക്ട്രസിനെ പറ്റിച്ചു. അതാരാന്നറിയോ നിങ്ങൾക്ക്? ഇത്രയൊക്കെ അപമാനപ്പെട്ടിട്ട് അവര് ചത്താ എന്താ ജീവിച്ചാ എന്താ അല്ലേ? എടാ അറിഞ്ഞില്ലേ ഇവളുടെ ഭർത്താവ് റേപ്പ് കേസിൽ കുടുങ്ങിയെന്ന്? അവള് പോറ്റയ്ക്കല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് എന്താടാ കുഴപ്പം? അയ്യോ പാവം, ഭർത്താവ് പോലുമില്ല. നീ ഓക്കെ പറഞ്ഞ ഞാൻ ഈ വന്നേക്കാം. ഡോക്ടർ ശരിയല്ല. ഇനി ഇവളെങ്ങനെ ഇരിക്കും? ഇവളും അങ്ങനെ തന്നെ ആയിരിക്കുമോ? അവളുടെ സഹവാസം നമുക്ക് വേണ്ട. വാ. ഞാൻ സത്യമാണ് പറയുന്നത് ഡോക്ടർ. നിങ്ങളുടെ ലൈഫ് വെച്ച് ഗെയിം കളിക്കണമെന്ന് ഒരു ഇന്റൻഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ബട്ട് മൈ ഇന്റൻഷൻ നിങ്ങൾ 4 പേരെയും കൊല്ലുന്നതാണ് മൈ ഡിയർ. ഐ എം സോറി ഡോക്ടർ.
ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നേ. ഏയ് വണ്ടി എടുത്ത് വണ്ടി എടുത്ത്. പോലീസ്, ആ വണ്ടി ആയിരിക്കണം. വണ്ടി എടുത്ത് വണ്ടി എടുത്ത്. മനസ്സിലായി. ഏയ് വണ്ടി എടുത്ത് വണ്ടി എടുത്ത്. പറ വണ്ടി എടുത്തടാ. ഫോൺ ആര്യ സാർ? ഇത് രൂപയുടെ ഫോൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഏയ് 303 അവിടെ നിന്ന് ആ, നോക്ക്. ശരി സാർ. ആ, നിനക്ക് പോലീസ് ജീപ്പിൽ അടിക്കാൻ മാത്രം ധൈര്യമാടാ? ഏയ് ആരോടാടാ ധൈര്യത്തെ പറ്റി സംസാരിക്കുന്നത്? നാട് റോട്ടിൽ നിർത്തിയത് പോലീസ് വണ്ടി ആയാലും ശരി, അതിപ്പോ പ്രൈം മിനിസ്റ്ററിന്റെ വണ്ടി ആയിരുന്നാലും ശരി. എന്റെ അടുത്ത് കളിക്കാൻ മാത്രം ധൈര്യമായോ? ഏയ് കളിയാക്കുന്നതോ? പുതിയതാടാ പുതിയത്. എന്താടാ പുതിയതെന്ന് പറഞ്ഞപ്പോഴേക്കും നിന്റെ മുഖമൊക്കെ താണുപോയത്? എന്താടോ? സാർ അവന്മാര് രക്ഷപ്പെട്ടു സാർ. അത് ശരി ശരി, അവിടെ പോയി എന്താ നോക്ക്. ഏയ് നിനക്കൊക്കെ എന്ത് ഡാ, ചെയ്യാൻ പറ്റൂടാ? ആദ്യം വണ്ടി താഴെടാ, പിന്നെ സംസാരിക്കാം. പ്രസ്. വരണ. നിനക്ക് ലോക്കപ്പിലോട്ട് പെരുമാറിയാലേ മനസ്സിലാവും. ഡോ, അവനോട് പറഞ്ഞൂടെ, പറഞ്ഞൂടെ. ഡാ, പോടാ. എന്താണെന്ന്? പോടാ. സാർ വിളിക്കുന്നില്ലേ? ചെല്ലേ. പോടാ. കാണിച്ച് തരാടാ നിനക്കൊക്കെ. നിനക്ക് വേറെ ദിവസം എടുക്കാടാ. സാറേ സമയമായി സാറേ. ഈ സമയത്ത് ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടൂ. രാവിലെ തരാൻ വരൂ സാർ. ദാ ഈ ഫോൺ കൊണ്ടുപോയിട്ടെ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ പറയേ. ശരി സാർ. പെട്ടെന്ന് വേണം, വെളുക്കിന് മുമ്പ് കിട്ടണം. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ്. Hey! എന്നോട് ക്ഷമിക്ക്.
ഹലോ ആ അങ്ങനെയാണോ ചേട്ടാ ആ വീട്ടിൽ തന്നെ കൊടുത്തേക്ക് ലൊക്കേഷൻ ഇതല്ലേ ആരോടോ ഇത് സാർ ഡെലിവറി പോയി സാർ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു അത് വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞ ഡെലിവറി പോയോ അതെ സാർ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിപ്പിച്ചതിന്റെ കാര്യം പോലീസുകാർക്ക് ശേഷം ഈ ഏരിയയിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഡെലിവറി ബോയ്സ് ആണ്. യെല്ലോ കളർ ആക്റ്റീവ വണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? എന്താ വായ തുറന്ന് പറഞ്ഞൂടെ? പെട്ടെന്ന് ഇവിടെ ജോലി ഒരുപാടുണ്ട്. ആ ശരി ശരി പോവാം പോവാം. ഇപ്പോഴാണ് വിരേന്റെ ശരീരം പോലീസ് കണ്ടുപിടിച്ചത്. ഇതാര് ചെയ്താണെന്ന് ഒരു ഊഹവും ഇല്ല. പോലീസ് മൊത്തം മരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര് മരിച്ചു, എങ്ങനെ മരിച്ചു, എന്താ സംഭവം എന്ന് പറഞ്ഞു തന്നെ എനിക്ക് അത് പറയാൻ എളുപ്പമുണ്ടോ? ഇതൊന്നും അറിയാൻ വളരെ എങ്ങനെ പറയും. കൊലയാളിയെ ഇൻസ്പെക്ടർ ഭരത് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അത് തെറ്റാണോ ശരിയാണെന്ന് നമ്മൾ എന്നൊന്ന് കൺഫേം ചെയ്യണം. ഇതും അത് തന്നെയാണ്. അത് എച്ച് ഭരത്, ഞാൻ എസ് ഭരത്. റോങ് ഇൻഫർമേഷൻ കാരണം ആ ഡോക്ടറുടെ ലൈഫ് പോയി, എന്റെ ലവും പോയി. ന്യൂസ് ഷുഡ് മേക്ക് സെൻസ്, നോട്ട് നോൺസെൻസ്. അതൊക്കെ പോട്ടെ. രാത്രിയിൽ ബർത്ത്ഡേ എങ്ങനെയായിരുന്നു? നമസ്കാരം മാഡം. നമസ്കാരം മാഡം. സാറില്ല മാഡം, കുഴപ്പമില്ല. നിങ്ങളാലെ വളരെ സഹായമായി. നിങ്ങൾ ചെയ്തത് വലിയ സഹായമായി. അതെ മാഡം. നിങ്ങളാലെ ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് കിട്ടി. അതെ. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെ റിസ്ക് എടുത്തതിന് വളരെ നന്ദി, ഒത്തിരി നന്ദി. ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ നേരട്ടെ മാഡം. നമസ്കാരം മാഡം. ഇതിപ്പോൾ തന്നെ ടെലികാസ്റ്റ് ചെയ്യണം. മാഡം ഇന്ന് തന്നെ ടെലികാസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തായിരുന്നോ മാഡം? മനസ്സിലായി മാഡം. എന്നാ ശരി.